guys, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ വീണ്ടും പുതിയൊരു അടിപൊളി ചലഞ്ച് വീഡിയോ ആയിട്ടാണ് ഗസ്റ്റ് ചലഞ്ച്. അതെ ഗൈസ്, ഗസ്റ്റ് ചലഞ്ച് ആണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവള് ഒരു 5 സാധനം എടോ പോയി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനും 5 സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കണ്ണ് കെട്ടിയിട്ട് ടച്ച് ചെയ്ത് ഞാൻ എന്താ സാധനം പറയാം. ഓക്കെ, നല്ല ചീത്ത സാധനങ്ങൾ ഉണ്ടാവും, നല്ല സാധനങ്ങൾ ഉണ്ടാവും, വിയേർഡ് സാധനങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ കടിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവും, ജീവിയായിരിക്കാം, അങ്ങനെ പലതും ഉണ്ടാവും. അപ്പം ആ ഒരു പുതിയ വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോണത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ചാനൽ കാണുക. ഓക്കെ, നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോയാലോ. നേരെ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മളിൽ ആരാ ഫസ്റ്റ് കളിക്കാന്ന് ഒന്നിനാണ് സ്റ്റോൺ പേപ്പർ സ്റ്റോൺ പേപ്പർ സിസർ. ഞാൻ ഏത് വെക്കും? എനിക്കിഷ്ടമല്ല. അടുക്കെ എന്നിട്ട് താഴ്ത്തും പല തേങ്ങയാവാം. അപ്പൊ ഗൈസ്, ഞാൻ ഇവിടെ സെറ്റായിട്ട് കണ്ണൊക്കെ പൊത്തി ഇരിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ ജീവനുള്ള സാധനങ്ങൾ വെക്കണ്ട. അപ്പൊ ഗൈസ്, ഞാൻ എടുത്തിട്ട് വരാം. അതിന്റെ മോളെ ആയില്ല, പിന്നെ ആയിന്ന് പറയും. ഗൈസ്, ആദ്യം തന്നെ നമ്മൾ ഈ ജീവിനെയാണ് വെക്കുന്നത്. ഈ ജീവി കടിക്കും, ജീവ ഇച്ചിരി ഉണ്ട്. ഗൈസ്, നിക്ക് തൊടില്ല തൊടില്ല, പേടിയില്ലേ? ഓക്കെ, ഓക്കെ. തൊട്ടോ? ഞാൻ എളുക്കുന്നൊന്നുമില്ല. ശരിക്കും പേടിയാവണ. ചേരിയോ? എന്താ പറയ്? ഇതൊരു ചെടി, ഒരു വെള്ളമുള്ളൊരു പൂവ്. പൊടിയൊക്കെ പറക്കണം. ഗൈസ്, ഞാൻ ജയിച്ചിരിക്കുന്നു. എനിക്കൊരു യെല്ലോ കാണിച്ചെടുക്കണ്ട. നീല കാണുന്നുണ്ടോ? ആ, ഇതിലുള്ള കൂടി ഇങ്ങനെ കാണുന്നുണ്ട്. ഞാൻ കൈ താത്തി വെക്ക്. ഓക്കെ. അപ്പൊ ഗൈസിന്റെ ഇതൊക്കെയാണ് ഉള്ളത്. ഇതിൽ ഞാൻ ഒരു സാധനം എടുക്കുന്നു. ഇതാണ് ആ സാധനം. അയ്യേ, എന്താ? അതൊക്കെ അല്ല അല്ല. അപ്പൊ ഗൈസ്, തുടങ്ങി. ഞാൻ എന്താ അവിടെ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. ഐഷത്തോട് അവിടെ ഒന്ന് തൊട്ടിട്ടോ. വെച്ചില്ലേ മോളെ? പ്ലേറ്റ് തൊട്ടോക്ക്. എന്താ ഈ തുറന്നേ? ഇതല്ല സാധനല്ലേ ഇത്. ഗൈസ്, എന്റെ ഉമ്മാന്റെ ചെടിയാണ്. പേടിയായി. ഇവള് ആയിഷ തോറ്റു. ഓക്ക് 0 മാർക്കുണ്ടല്ലേ? ഇനി അടുത്ത് ഞാനാണ്. അടുത്ത റൗണ്ടിലേക്ക് പോകാം. അങ്ങനെ ഗൈസ്, അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് പോകാം. ഞാനിവിടെ കണ്ണൊക്കെ കെട്ടി റെഡി ആയിട്ടിരിക്കുന്നുണ്ട്.
അടുത്ത നമുക്ക് ഇതൊക്കെ ഞാൻ മെല്ലെ മെല്ലെ പിന്നെ വെന്തിലേക്ക് പോകും. ഓക്കെ, അങ്ങനെയാണ്. ഇതുമല്ല, ചെറിയ ചെറിയ സാധനങ്ങൾ. പാത്രമൊക്കെ ഇതാണ് ഗൈസ്. ഇതുണ്ടല്ലോ, ഞാൻ കാര്യം പറയട്ടെ, ഇത് ഞാൻ എങ്ങനെ പിടിക്കുക? മമ്മ പിടിച്ചു തരൂലേ? നീ പിടിച്ചുണ്ടോ? അങ്ങോട്ട് വാ. ഓവർ അഭിനയം മോളെ നോക്കണേ. മതി. ഓക്കെ 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 ചെറിയ അഭിനയിക്കാം. ഓക്കെ. ക്ലാസ്സോ എടുക്കണ്ട, ഞാൻ തൊട്ടോയിക്കോളാം. ഓക്കെ ഓക്കെ. ആമാ ഇത് കല്ല ഗൈസ്. എന്ത് കല്ല പറയണോ? ദൂരുണ്ട ഒരു കല്ല്, ദൂരുണ്ട സാധാ കല്ല്. ഇതെന്ത് കല്ല? ഇതിങ്ങ എവിടുന്ന് വാങ്ങിയ കല്ല? മിറ്റത്ത് അങ്ങനെ ഗൈസ് എനിക്ക് 2 മാർക്കായി. ഈ ആഴ്ച ഇങ്ങനെ തോറ്റ് നിന്നോട്ടെ, ഇങ്ങനെ തോൽക്ക എല്ലാ കളിയും. ഇനി ആലോചിച്ചത് എന്നോട് ഇത്രയും കാലം കളിച്ച ചലഞ്ചിൽ മൊത്തം ഈ തോറ്റതാ. ഇവക്ക് പേടിയില്ല, എനിക്ക് പക്ഷെ എല്ലാം പേടിയാ. എനിക്ക് പേടിയൊക്കെ ഉണ്ട്. കള്ളക്കളി ഒന്നും വേണ്ട അവിടെ. മോളയാ ഓക്കെ. കല്ലല്ല. കണ്ടിട്ടേക്ക്. അപ്പൊ ഗൈസ്, ഇതെന്നെങ്കിലും എനിക്ക് 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 അടുത്ത ഗൈസ് ഇതാണ്. ഇതിലുണ്ടല്ലോ അതിലെന്തൊക്കെ ചിലപ്പടി ഞാൻ തൊട്ട് നോക്ക്. പ്ലേറ്റ് ആടാ, നല്ല ഒരു ചിലപ്പോ കാട്ടിലൊക്കെ ഉള്ള സാധനം. ഇത് എന്റെ കൈ ഇതാ. പേടിയാണ്. പ്ലേറ്റ് തൊടണില്ല ഹീന. ഞാൻ പ്ലേറ്റ് ഇതാ, ഇത് പ്ലേറ്റ് അല്ലേ? പ്ലേറ്റിന്റെ എനിക്ക് പേടിയാവണു. ഞാൻ സാധനം വെക്കൂല, എനിക്കറിയാം. പക്ഷെ എന്നാലും എനിക്കൊരു പേടി. അങ്ങനെ ആക്കല്ലേ, കൈ കൈമേലേക്ക് പോവരുത്. പിന്നെ ഇതിലേക്കാ പോണ്ടി? കൈ പ്ലേറ്റിൽ വെക്ക്. കണ്ണമ്മ കൈ കൊണ്ടുപോയിക്കണെന്തിനാ? ഞാൻ തൊട്ടിയില്ല, നേരായിട്ട് തൊട്ടിയില്ല. ഇങ്ങനെ ആലോചിച്ച് നോക്കണോ? ഇത് ഇനി ഗൾഫിനെ കൊണ്ട് അത് ഞാൻ വിചാരിച്ചു ഇതിന്റെ ഒരു ഇത് തൊടുമ്പോ മറ്റേ പുഴു പാമ്പായിട്ട് തോന്നിയേക്കും. ഒരു മാർക്ക് നമുക്ക് അടുത്തത് ഇതിന്റെ ഊഴാണ്. ഇത് തുടങ്ങാം. ഇനി ഇന്ത്യയിലൊക്കെ ഇങ്ങനത്തെ ഒക്കെയാണ്. നമുക്ക് ഇപ്പൊ പ്ലേറ്റ് എങ്ങനെ തടാനോ പിന്നെ തടാനോ വെച്ചോ? ഇല്ല, എന്തത്ര നേരം വൈകണ്? ഓക്കെ, പിന്നെ എടുക്കണം. ഓക്കെ, പിന്നെ ഇങ്ങനെയൊക്കെ വെച്ചേക്കണ ഞാൻ തോന്നില്ല. കാണില്ല. കുത്തി എന്തിനോടൊക്കെ ഉണ്ടോ? അപ്പൊ വിളിക്കെല്ലാം പറയാ എന്നോട്. വിളിക്കണ്ട്. എടുത്തോ ഈ ഉണ്ടക്ക് മീ ഞാൻ കണ്ടില്ലേ? ശരിയാട്ടോ, നീ കണ്ടില്ലേ? കണ്ടോ?
ഒരു കോല് കണ്ട് ആ ഈ കണ്ട് കണ്ട് ഗൈസ്. അതിന്റെ ഇടയിൽ ജുൻക വിളിച്ച്, അതിന്റെ ഇടയിൽ എനിക്ക് എന്താ പറയാ കണ്ണ് തുറന്നു നോക്കേണ്ടി വന്ന്. ഈ സാധനം ഞാൻ കണ്ടുപോയി. അല്ലെങ്കിൽ എനിക്കിത് കിട്ടേണ്ടായിരുന്നു. ഇതൊക്കെ ആരോ വെക്കും തങ്ങി വെച്ച്. ഇത് തീരും കിട്ടൂല, കിട്ടാത്ത സാധനം. അടുത്ത ഇങ്ങനെ ഞാനാവുമ്പോ എനിക്ക് പേടിയാവുക. എന്താ എന്തേതാ മൈക്ക് വീണായോ ഗൈസ്? മൈക്ക് അതിന്റെ ഉള്ളിൽ കൂടിയേ ഈ നാളത്തെ നമ്പറൊക്കെ ചോദിച്ചോക്ക് ഗൈസ്. അടുത്തതായിട്ട് ഞാൻ വെക്കാൻ പോകുന്നത് കൂടുതൽ അഭിനയിക്കണം. ഇത് നിന്നെയും കൊണ്ടേ പോകും. തരാൻ പേടിയാണ് ഗൈസ്. ഒന്നും ചെയ്യൂല, നീ തൊട്ടാ മതി. പ്ലേറ്റിന്റെ നടുവിലുള്ള ചെറിയൊരു സാധനം. കൈ കണ്ണിന്റെ അടുത്തേക്ക് പോവല്ലേ ഗൈസ്? ഇതെനിക്ക് കുറച്ച് പേടി. കണ്ണിന്റെ അടുത്തേക്ക് കൈ പോയത് ഇവിടെ അങ്ങനെ പോവാണ് ഞാൻ. എനിക്കൊരു പേടിയാവുണ്ട് ഗൈസ്. പെട്ടെന്ന് തൊടലുണ്ട്, പ്ലേറ്റിലുണ്ട്. എങ്ങനെന്തോ ചെയ്യാ സാധനങ്ങളേക്കോ. പ്ലേറ്റിന്റെ തൊമ്പത്തെത്തി. ഓവർ ആവല്ലേ? എന്റെ അടുത്ത് ഇങ്ങനെ വരൂലല്ലോ. ഇതുവരെ തൊട്ടിയില്ലെങ്കിൽ തൊടാനാ സാധനോ നല്ലോ തൊടണോ? നടുങ്ങിക്കോ, എന്ത് കളിക്കുക? ഒരു നടുവിലുണ്ട്. എന്താ അറിയൂലേ? പറയ്. ഒഴിവാക. പിടിച്ചൊക്കെ നോക്ക്. ഞാൻ പിടിച്ചൊക്കെ നോക്കലുണ്ടല്ലോ. ഇതല്ലേ ഇതിന്റെ പച്ച തൊള്ള. ഇതില് ഇതാണ് ഗൈസ്. ഇത് എനിക്ക് ഇത് ഞാനീ പറഞ്ഞില്ലേ, ടെറസിന്റെ മുകളിൽ എനിക്കൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. വല്ല ചേരാട്ടി എന്നാണ് ഞാൻ. ഇത് സീരിയസ് ആവും. ഏറ്റവും വലിയ സംഭവം ഇതാ. മണത്തോ ഓ വെച്ച്. എനിക്ക് പേടിയാവണത്. ഇത് മറ്റേ മഴ പെയ്തോണ്ട് നനഞ്ഞിക്കണം. ഞാൻ തൊടുവോ? ഞാൻ തൊടായിട്ട് ഇതെനിക്ക് വമ്പ പിടിച്ചതാ. തവളാശും ചെയ്തില്ല. സൈഡിലേക്ക് പോയി. എന്തോ നഞ്ഞ ടിഷ്യൂ ആണോ? ടിഷ്യൂ ടിഷ്യൂ ആണല്ലോ. ടിഷ്യൂ ആണല്ലോ. നടക്കോളെ തൊട്ടോക്കട്ടെ. പന്നിയോ? നഞ്ഞ പന്നി. ഞാൻ മറിച്ചിടട്ടെ. എന്തോ സാധനം. എനിക്ക് 2 മാർക്ക്, ഇവക്ക് 1 മാർക്ക്. അല്ല 2 മാർക്ക്. എനിക്ക് 1 മാർക്ക്.
ആ ഇത് മറിച്ചിട്ടാ മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലേ പഞ്ഞി പോലെ ഉണ്ട് തൊട്ടിട്ട് നഞ്ഞ. ഇതൊന്ന് പൂപ്പല് എന്ന് പറയണം. പൂപ്പല് എന്ന് അറിയണം. തൊട്ടിട്ട് ഞാൻ പൂപ്പല് കയറ്റി. ആ പൂപ്പൽ എന്ന് പറയണം. എല്ലോട്ടെ മേത്തേക്ക തൊടച്ചന്നെ. ഞാൻ കണ്ടില്ല. ഇനി ഒന്നുകൂടിയല്ലേ ഉള്ളു എന്റെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കാരണവശാല് കൈ കണ്ണിന്റെ അടുത്തേക്ക് പോയത്. ഞാൻ വെക്കാൻ വേണ്ടിട്ട് പോകുന്നത് ജീവിയുള്ള, ജീവനുള്ള, പറന്ന് വരുന്ന വലുതല്ലല്ലോ, ചെറുതല്ലേ. ഇതെനിക്ക് പേടിയാവില്ല. ചത്തോ? പറയുന്ന തരുമെന്നോ? ഇത് തരും. ഇത് പൂവിന്റെ അടുത്തുണ്ടാവുന്ന സാധനം. ആലോചിച്ച് കൈ പറയാനല്ല, തൊട്ട് പറയും. ജീവനില്ലാത്ത ഇനി ഞാൻ മറ്റേ പച്ചത്തുള്ള പറക്കൂട്ടോ. പറഞ്ഞോട്ടെ. കൈയാണ് വെച്ച് തൊട്ടോക്ക്. പ്ലീസ്. കയ്യില 1000 രൂപ അയക്കാളെ ഇതിന്റെ കൈ കൊണ്ടുണ്ട ഇങ്ങനെ വെച്ച. ഓക്കെ ഏടാ സാധനം എന്റെ കയ്യായിട്ട് നീ കാണാനില്ല. നടുക്കേക്ക് വെക്കട്ടെ. എന്നാ തൊട്ട് നോക്കൊന്നു വേഗോ. നേരെ എന്റെ കൈ കൊണ്ട് വെക്ക്. എന്റെ കളി കഴിഞ്ഞേ പറയട്ടോ. കൊണ്ടിട്ടല്ലേ ഉണ്ടാവുക. തൊട്ട് വയ്ക്കോ. പറഞ്ഞാണത്തി. ഇതെനിക്ക് എന്തോ പേടിയാവണ്. ഞാന് ഇത് ഇല ആണോ? ഇല 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 എങ്ങനെ ഉണ്ടാകുക? പിടിച്ചൊക്കെ ഇങ്ങനെ കളിക്കുക. ജയിക്കണെങ്കിൽ ഞാൻ തോറ്റു. ജയിക്കണെങ്കിൽ ഇനി തൊട്ടില്ലേ? നീ എനിക്ക് എന്താ പറഞ്ഞാ മതി. എനിക്കെന്താ മനസ്സിലാവില്ല. നല്ല ക്യൂട്ട് ഓളെ മറ്റേ തലയിൽ വെക്കുന്ന മുടിക്കുടിക്കാൻ വെള്ളതാ. അടുത്തത് ഗൈസ് എന്റെ ഊയമാണ്. ഞാൻ പൊട്ടി. ചെയ്യാനാ എനിക്ക് 1 മാർക്ക് ഒക്കെ പിന്നെ 2 മാർക്ക്. അപ്പൊ ഗൈസ് അടുത്തത് ഞാൻ വെക്കാൻ പോകുന്നത് ഈ സംഭവമാണ്. ഗൈസ് ലാസ്റ്റ് ഇവിടെ ലാസ്റ്റ് സാധനം എന്റെ ഒരു സാധനം കൂടിയാണ്. ഇത് നമ്മക്ക് ഇങ്ങനെ വെക്കാം. നീ എന്താ ചെയ്യേണ്ടിയെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. തൊട്ടൊക്കെ നീ അതിന്റെ അങ്ങനെയൊക്കെ പ്ലേറ്റ് ഇവിടെ വെക്കട്ടെ. നീ എടുത്ത് മേക്കപ്പ് ബ്രഷ് അറിയണ നിനക്ക് കരയാൻ തോന്നുന്നോടാ. കരയണ. അങ്ങനെ ഗൈസ് ഈ ചലഞ്ചിലെ ലാസ്റ്റ് റൗണ്ട് ഞാനാണ് വെക്കാൻ വേണ്ടിട്ട് പോണത്. നടുങ്ങിക്ക് കൈയടക്ക്. ഇതെന്ന് പറഞ്ഞാല് പക്ഷെ അതാണ് ഗൈസ് നമ്മളെ കളികൾ. അതാണ്
തീരെ വെളിനെ കളിയാക്കാൻ തോന്നും. എന്നാ? ഞാൻ എന്നോട് പറഞ്ഞ 3 ജീവികളൊക്കെ ഉണ്ടെന്ന്. മൂന്നാമത്തെ അത് രണ്ടാണ് വെച്ച് ഇങ്ങനല്ല ഞാൻ കൈ ഇതാ വെട വെച്ച്. ഇവിടെ വെക്കണ്ട എന്റെ അടുത്ത് പ്ലേറ്റ് മോളേതാ വെട ഉള്ളേ. പ്ലേറ്റ് എന്റെ അടുത്ത് നോട്ടെ. എന്റെ കൈ ഇതാ ഇങ്ങനത്തെ കൈ വെച്ചോ. ഇത് തരിയോ? ഇതില്ലല്ലോ. എന്താ എനിക്ക് അറിഞ്ഞോടാ. ഇതെന്താവാം? ഇത് വേറെ ജീവിയെ കാണോ? കോഴി. കോഴിയോ? കോഴി ഇങ്ങനെ ഉണ്ടാവുക, പൂച്ച അങ്ങനെ ഉണ്ടാവുക. ഇത് തൂവലാണ്. എന്തോ തൂവലായി. കാക്ക തൂവല? കാക്കന്റെ തൂവല? ഇവിടുന്നാണ് ഞാൻ എന്തെങ്കിലും കളിക്കുകയോ പറന്ന് പറഞ്ഞുതരാം. നോക്കിയില്ലടി. ഇത് ഞാൻ പറഞ്ഞ സാധനം തന്നെയാണ്, ഒരു തൂവൽ പോലെ. പക്ഷെ ഞാനാണ് ഈ കളിയിൽ ജയിച്ചത്. എനിക്ക് 3 നോക്കി 2 ശരി, ഞാൻ വിചാരിച്ച പോലെ വർക്കൗട്ട് ആവുകയും ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങനെ അട്ടും ഇങ്ങോട്ട് കളിച്ചിരുന്നെങ്കിൽ അവള് പേടിക്കേനു. അതിന്റെ ഇടയിൽ കൂടി ക്യാമറമാൻ വന്നത് പറക്കുന്നു. അങ്ങനെ ഗൈസ്, നമ്മളുടെ ചലഞ്ച് വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് നമ്മളെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ പുതിയ പുതിയ അടിപൊളി വീഡിയോസുമായി ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കാൻ വേണ്ട, വെറുതെ ഇരുന്നാൽ മതി. അപ്പോഴേക്കും ഞങ്ങളെ വീഡിയോസ് വന്നോളും. അപ്പൊ ഗൈസ് എനിക്ക് ജയിക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ ഹിനക്കതില്ല. അടുത്ത ചലഞ്ചിൽ ഹിന ജയിച്ച് ഞാൻ മുന്നേറുന്നതായിരിക്കും. ഇതിൽ ഞാൻ പൊട്ടിയിട്ടുണ്ട്, ഹാനിയ ജയിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പുതിയ വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ ഗൈസ്. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ ബൈ.